പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. പ്രിയ മക്കളെ നോക്കൂ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് നാം എന്തു ചെയ്യണം? അതിനാണ് പറഞ്ഞിരിക്കുന്നത്, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ നിത്യജീവന്റെ വചനങ്ങൾ ഓരോന്നും അധികം ശ്രദ്ധയോടെ നാം കരുതേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നോക്കൂ, 4-ാം അധ്യായം എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവരെ പോലെ നാം ഒരു സദർത്തുമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നോക്കൂ, കേട്ട വചനം അവർക്ക് ഉപകാരമായില്ല. കാരണം എന്താ? അവർ വേണ്ടുന്നത് പോലെ അത് ശ്രദ്ധിക്കുകയോ അത് വിശ്വസിക്കുകയോ ആ ദൈവവചനത്തിൽ അവർ ആശ്രയം വയ്ക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നാം കേൾക്കുന്ന വചനം, അതായത് വീണ്ടും പഴയ മാർഗത്തിലേക്ക് നാം കടന്നു പോകാതിരിക്കുവാൻ വേണ്ടി നാം തന്നെ അത് അധിക ശ്രദ്ധയോടെ ഓരോ വചനങ്ങൾ കേൾക്കുന്നതും അത് കേട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം നാം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അതിളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ചു, ഉടനെ അത് വീണു, ആ വീട്ടിന്റെ വീഴ്ച വലിയതായിരുന്നു. പ്രിയ മക്കളെ നോക്കൂ, വചനം കേട്ട് അടിസ്ഥാനത്തിന്മേൽ, ഹല്ലേലൂയ, ക്രിസ്തുവാകുന്ന ആ പാറമേൽ അടിസ്ഥാനമിട്ട ഹല്ലേലൂയ, അവന്റെ വീട്ടിൽ കാറ്റും കോളും എല്ലാം അടിച്ചപ്പോഴും അത് നിലനിന്നു, അത് വീണില്ല. പക്ഷേ ദൈവവചനം കേട്ടിട്ട് ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിടാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയ ഹല്ലേലൂയ, അവൻ വീട് പണിഞ്ഞപ്പോൾ ഒരു ചെറിയ കാറ്റടിച്ചപ്പോൾ തന്നെ ഹല്ലേലൂയ അത് വീഴുവാനിടയായി തീർന്നു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനമാകുന്ന ആ ക്രിസ്തുവിന്റെ വചനത്തിൽ വേരൂന്നി വളരുന്നവരുടെ ഹല്ലേലൂയ ജീവിതത്തിൽ കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ അത് നിലത്തു പതിയാതാണ്ട് അത് നോക്കി നിർത്തുന്ന, അതിനെ ഹല്ലേലൂയ അത് വീഴാതെ നിലനിർത്തുന്ന അപ്പനാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. പലപ്പോഴും എന്താണ്, കേട്ട വചനങ്ങൾ അധികം ശ്രദ്ധയോടെ അതിന് വേണ്ടുന്ന രീതിയിൽ അതിന് ഹല്ലേലൂയ ശ്രദ്ധ കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയാണെങ്കിലാണ് ഹല്ലേലൂയ ചെറിയ കാറ്റടിക്കുമ്പോഴേ, ചെറിയൊരു പ്രയാസം നേരിടുമ്പോഴേ നാം വീണു പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയാണ്, അധികം ശ്രദ്ധയോടെ കേട്ട വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അതിൽ വീണ്ടും നിങ്ങൾ പഴയ മാർഗത്തിൽ പോകരുത്. ക്രിസ്തുവാകുന്ന പാറമേൽ തന്നെ ആ വേരൂന്നി അതിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. നോക്കൂ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ചിലർ പഴയ ചിന്തയിലേക്ക് തന്നെ വഴുതി പോകാറുണ്ട്. ഞാൻ എങ്ങനെയായിരുന്നു മുമ്പേ, ഞാൻ ഇങ്ങനെയല്ലായിരുന്നോ, അത് തന്നെ മതിയായിരുന്നു, ഇപ്പോഴെന്താണ് ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് വിളിക്കുന്നു, എന്നിട്ടും എനിക്ക് എന്താണ് ശോധനകൾ കടന്നു വരുന്നത്. പ്രിയ മക്കളെ, അപ്പച്ചന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ശോധനകളൊക്കെ കടന്നു വരും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും അപ്പന്റെ സന്നിധിയിൽ വെക്കുമ്പോൾ അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്
മനസ്സിലാക്കി യേശു അപ്പച്ചന്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാണെങ്കിൽ അവിടെ വിടുതലാണ്. ഹല്ലേലൂയ. നോക്കൂ, എല്ലാം അറിയാവുന്ന നമ്മുടെ അപ്പൻ ഹല്ലേലൂയ നമ്മുടെ സന്നിധി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരും. നാം അപ്പനിൽ തന്നെ ഉറച്ചു വേരൂന്നി വളരുകയാണോ, തീർച്ചയായിട്ടും നിലനിൽപ്പാനുള്ള ഹല്ലേലൂയ ആ കൃപ അപ്പൻ തരും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അപ്പന്റെ സന്നിധിയിൽ നിന്ന് നാം വഴുതി പോകരുത്. ഹല്ലേലൂയ. കാറ്റും കോളും അടിക്കുമ്പോൾ നമ്മളെ മറ്റു മാർഗത്തിലേക്ക് പോകുകയല്ല വേണ്ടുന്നത്, ആ ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിൽക്കണം. അവിടെ വിടുതൽ പ്രാപിപ്പാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. ചില ചിന്തകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഹല്ലേലൂയ, അപ്പാ എനിക്ക് ഇങ്ങനെയാണോ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൻ നമുക്ക് വേണ്ടുന്നതായ മാർഗങ്ങൾ ഓരോന്നും ഒരുക്കി തരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. വേണ്ടുന്നത് തക്ക സമയത്ത് വഴിയൊരുക്കി തരുവാൻ അപ്പൻ ശക്തനാണ്. ഹല്ലേലൂയ. തക്ക സമയത്താണ് നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ട് നമ്മൾ പിറകോട്ട് പോകുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. മുന്നോട്ട് തന്നെ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുകയാണെങ്കിൽ അവിടെ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഹല്ലേലൂയ സാധ്യമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ശ്രദ്ധിച്ച് നമുക്ക് ലഭിച്ചതായ ദൈവകൃപയിൽ അധികമായിട്ട് നമുക്ക് വർദ്ധിച്ച് ദിവസങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിന്റെ ഇഷ്ടത്തിന് തന്നെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പന്റെ ഇഷ്ടപ്രകാരം നമ്മൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ നടത്തുന്ന അപ്പൻ നമുക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ഓരോന്നും നടത്തി തരും. ഹല്ലേലൂയ. അപ്പനാൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. കേൾക്കുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു വേണം. ഹല്ലേലൂയ. ഇനി നമ്മൾക്ക് അറിയത്തില്ല എത്ര നാൾ നമ്മളിങ്ങനെ വചനം കേൾക്കും. നമ്മൾക്ക് ഹല്ലേലൂയ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കുമോ, നമുക്ക് വായിക്കുവാൻ നമ്മുടെ കയ്യിൽ ഹല്ലേലൂയ ബൈബിൾ കൊണ്ട് നടക്കുവാൻ സാധ്യമാകുമോ, ഒന്നും നമുക്ക് അറിയത്തില്ല. കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമുക്കായിത്തീരാം. കർത്താവേ, അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാൻ ആ പ്രത്യാശ നിലനിൽപ്പാൻ സഹായിക്കണമേ. ആ നിത്യമായ ഭവനത്തിന് ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒരുക്കത്തോടെ ഞങ്ങളായിത്തീരുവാൻ, അതിന് ഹല്ലേലൂയ അപ്പൻ വാസം ഒരുക്കാൻ പോയിരിക്കുകയാണല്ലോ, ആ വാസസ്ഥലത്തിന് ഞങ്ങളും അധികാരികളായി തീരുവാൻ ഞങ്ങളെയും ഒരുക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയോട് ജീവിക്കാം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അധികം ശ്രദ്ധയോടെ കേൾക്കുന്നത് ഹല്ലേലൂയ ആഴെ കുഴിച്ച് ഹല്ലേലൂയ പാറമേൽ അടിസ്ഥാനമിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. അനേക ജീവിതങ്ങൾ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഹല്ലേലൂയ അലഞ്ഞു നടക്കുമ്പോൾ നാം നമ്മുടെ അപ്പനിലാണ്. നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുമെന്ന് പറഞ്ഞ ആ അപ്പന്റെ കരത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ ശ്രദ്ധയോട് ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ് അത് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉരുവിടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൻ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അധികം ശ്രദ്ധയോടെ കർത്താവിന്റെ വചനങ്ങൾ ശ്രവിക്കണം. ഹല്ലേലൂയ. ഇത് ഒഴുകിപ്പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. വെള്ളമല്ലേ പ്രിയ മക്കളെ, ഒഴുകിപ്പോകും. അത് പിന്നെ എവിടെയാണ് എന്തുവാന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹല്ലേലൂയ മനസ്സിൽ പതിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും കേൾക്കുന്ന വചനങ്ങളെ അവരുടെ സത്യത്തിൽ പതിയുവാൻ, ഹല്ലേലൂയ, അത് വീണ്ടും വീണ്ടും ഉരുവിടുവാൻ, ജീവിതത്തിൽ അത് പ്രായോഗികമാകുവാൻ ദൈവമേ ഇടയാക്കണം. 30, 60, 100 മേനി വളരുവാൻ കർത്താവ് ഓരോ മക്കളിലും അത് ഫലം കായ്ക്കുവാൻ ഇടയാകണമേ. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാൻ എല്ലാവർക്കും ഇടയാക്കണം. കർത്താവേ, കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.